ട്യൂസ്ഡേ മോർണിംഗ് രാവിലെ തന്നെ ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ്. ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോയിട്ടില്ല കേട്ടോ, ലീവുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലത്തെ മുറ്റമടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്ത് തീ പൂട്ടി ചോറിനുള്ള വെള്ളം വെച്ചു. അതിന് ശേഷം തുണിയൊക്കെ കഴുകാനായിട്ട് നിന്നു. തുണി കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്നിപ്പോൾ ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇത്തിരി താളിയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്പരത്തി ഇലയും നമ്മുടെ നീലൂരത്തിൻ്റെ താളിയൊക്കെ വെച്ച് ഞാൻ താളിയൊക്കെ റെഡിയാക്കി ഞാനത് ആ തലയിലൊന്ന് പുരട്ടി കൊടുത്ത് കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഫ്രഷ് ആയതിന് ശേഷം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ 4 മണിയായപ്പോൾ ചായ കുടിക്കുമ്പോൾ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടയാണ് കേട്ടോ, ചീനച്ചട്ടിയിൽ പരത്തിയിട്ടുള്ള ഒരു അട. അങ്ങനെ വൈകുന്നേരത്തെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞ് ഞാനിത് ആ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് വിറകൊക്കെ റെഡിയാക്കാണ്. നാളെ മുതൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നിനും നേരം കിട്ടില്ല.